അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് ഒരു ടിഷ്യൂ റോൾ ബട്ടർഫ്ലൈ ക്രാഫ്റ്റ് ആയിട്ടാണ്. ടിഷ്യൂ റോൾ കണ്ടിട്ട് ഒത്തിരി ക്രാഫ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഈ ടിഷ്യൂ റോൾ കണ്ടിട്ട് ഒരു ബട്ടർഫ്ലൈ ഉണ്ടാക്കണത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ടിഷ്യൂ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ആ റോള് സേവ് ചെയ്ത് വെച്ചാലുണ്ടല്ലോ ഒത്തിരി ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഈ ടിഷ്യൂ റോള് ഇതുപോലെ പെറ്റൽസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ. ഞാൻ ഗ്ലൂ ഗണ്ണ് കൊണ്ടിട്ടാണ് കേട്ടോ ഇതെല്ലാം ഒട്ടിക്കുന്നത്. അപ്പോൾ 1 by 1 ആയിട്ട് ഓരോന്നും നമുക്ക് പെറ്റൽ ഷേപ്പിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഉണ്ടല്ലോ കാർഡ്ബോർഡ് ബട്ടർഫ്ലൈയുടെ വിങ്ങിൻ്റെ ഷേപ്പിൽ മുറിച്ചെടുക്കണേ, അത് പറയാൻ മറന്നുപോയി. ബട്ടർഫ്ലൈയുടെ വിങ്സിൻ്റെ ഷേപ്പ് ആവുന്നത് വരെ ഇതുപോലെ നമുക്ക് ഓരോന്നും ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോഴേ നമ്മുടെ ബട്ടർഫ്ലൈ വിങ് ഏകദേശം റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ദേ ഇതുപോലെ ഞാൻ ഓരോന്നും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈയുടെ ഒരു വിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൽ ഞാൻ ആക്രിലിക് പെയിൻ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ പല കളറിലെ ഡിഫറെൻറ്റ് കളേഴ്സ് അതിനകത്ത് ബ്രഷ് കൊണ്ടിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. പെയിൻ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഗ്ലിറ്റർ അടിച്ചു കൊടുക്കാം. പല കളറിലെ ഗ്ലിറ്ററാണ് ഞാൻ അതിനകത്ത് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി അതിന് ഭംഗി കൂടും. ഇപ്പോൾ അതേ നമ്മുടെ ചിറക് ഒന്നുകൂടി ഭംഗിയായിട്ടുണ്ട് ഗ്ലിറ്റർ എല്ലാം അടിച്ചിട്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ചിറകാണ്. ബട്ടർഫ്ലൈയുടെ രണ്ടാമത്തെ വിങ്ങിൽ നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. ഗ്ലിറ്റർ ഫോം ഷീറ്റ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി നമ്മൾ ഓരോന്നായിട്ട് ഈ ഫോം ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണ് വിങ്ങിലേക്ക്. ഇതുപോലെ നമ്മുടെ വിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചിറകും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒറിഗാമി പേപ്പർ കൊണ്ടിട്ട് ഫ്ലവേഴ്സാണ് ഉണ്ടാക്കി വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒറിഗാമി പേപ്പർ എടുത്തിട്ടുണ്ട്. ഒറിഗാമി പേപ്പർ വെച്ചിട്ട് പല കളറിലെ ഫ്ലവേഴ്സ് ഇതിൽ നമ്മൾ ഉണ്ടാക്കി ഗ്ലൂ ഗൺ കൊണ്ടിട്ടാണ് ഒട്ടിക്കാൻ പോകുന്നത്.
ഇതുപോലെ ഞാൻ പല കളറിലെ ഫ്ലവേഴ്സാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെ വെക്കാനായിട്ട് കുറച്ച് ലീവ്സും ബ്രാഞ്ചസും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഓരോന്നായിട്ടും ഈ വിങ്ങിൽ ഒട്ടിച്ചു കൊടുക്കുകയാണേ. ഇതുപോലെ നമ്മൾ ഓരോ ഫ്ലവേഴ്സും വിങ്ങിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പല കളറിലെ ഫ്ലവേഴ്സ് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് നല്ലൊരു വാൾ ഡെക്കറായിട്ടൊക്കെ യൂസ് ചെയ്യാം. നമ്മുടെ ബട്ടർഫ്ലൈയുടെ വിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബട്ടർഫ്ലൈയുടെ ബോഡിയാണ് ഉണ്ടാക്കുന്നത്. ബോഡി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തത് തെർമോക്കോളിൻ്റെ ബോൾസാണ്. പല ഷേപ്പിലെ തെർമോക്കോളിൻ്റെ ബോൾ നമ്മുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ പൊതിഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അതിൻ്റെ തലയിൽ കൊമ്പാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. കൊമ്പിന് നമുക്ക് ഷൈനിങ് ആയിട്ടുള്ള ഗ്ലിറ്റർ പൈപ്പ് ക്ലീനറാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം. ഇനി അതിൻ്റെ വിങ്സ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ നമ്മളൊരു കാർഡ്ബോർഡ് പീസ് വെച്ച് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.